ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണുവും ശാലിനിയും മക്കളും കൂടെ ഒരു തട്ടുകടയിൽ കയറിയിരിക്കുവാണ്. അവിടുന്ന് ദോശയും ചായയൊക്കെ കഴിക്കുവാണ്. അവിടുത്തെ അമ്മ വളരെ സങ്കടത്തോടെ അവരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. അവരുടെ മകൾ ക്യാൻസർ വന്ന് മരിച്ചു പോയെന്നും കൊച്ചുമോളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരല്ലലുമില്ലാതെ നോക്കണേ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് മകൾ കണ്ണടച്ചതെന്നും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പഠിത്തത്തിൽ മിടുക്കിയാണ് എൻ്റെ കൊച്ചുമോള്. പക്ഷെ എന്ത് ചെയ്യാനാ, അടച്ചുറപ്പുള്ള ഒരു മുറി പോലും ഞങ്ങൾക്കില്ല. ഒരു ബാത്റൂം പോലും എൻ്റെ മോൾക്ക് കെട്ടിക്കൊടുക്കാൻ ഇതുവരെ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വളർന്നു വരുന്ന പെൺകുട്ടിയല്ലേ, ഓർക്കുമ്പോൾ പേടിയാണ്. ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം അകത്ത് കിടക്കുന്ന ആളിനെ ചികിത്സിക്കാനും ഈ കുഞ്ഞിൻ്റെ പഠിത്തത്തിനുമെല്ലാം. വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മേ അപ്പോൾ ഈ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? അയ്യോ, അതെൻ്റെ ഭർത്താവാണ് മോനെ. മരമട്ടായിരുന്നു പണി. പണിക്കിടയിലെ ഒരു മരക്കഷ്ണം വന്ന് വീണതായിരുന്നു. അരയ്ക്ക് താഴോട്ട് തളർന്ന അവസ്ഥയാണ്. ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോൾ ചീത്തയും തെറിയും ഒക്കെ പറയും മോനെ. ഒരേ കിടപ്പ് കിടക്കുന്നതിൻ്റെ ദേഷ്യവ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ. എൻ്റെ കെട്ടിയവനായി പോയില്ലേ. വിഷ്ണു പറയുവാ, അമ്മേ ഇവിടുത്തെ കളക്ടർക്ക് ഈ കാരണങ്ങളൊക്കെ കാണിച്ച് അമ്മയ്ക്കൊരു പരാതി കൊടുത്തുകൂടെ? എൻ്റെ പൊന്നു മോനെ, കളക്ടർക്ക് അതൊക്കെ കാണാൻ എവിടാ മോനെ നേരം? അമ്മേ, ഞാൻ അറിഞ്ഞതേ ഇവിടുത്തെ കളക്ടർ ഒരു വെറും സാധാരണക്കാരിയാണെന്നാ. അവരുടെ അമ്മയും ഇതുപോലൊരു സാധാരണ ഹോട്ടൽ വെച്ചാണ് ആ കളക്ടറെ അങ്ങനെ ആക്കിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കേട്ടറിവാണേ, സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. ശാലിനിയെ നോക്കിയാണ് വിഷ്ണു ഇതൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ വളർന്നാലും വലിയ പദവിയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതൊക്കെ ഓർക്കുമോ മോനെ? അതൊക്കെ പറയുന്നത് തന്നെ പിന്നെ അവർക്കൊക്കെ അത് കുറച്ചില്ലായിരിക്കും മോനെ. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്കും ഒരു നല്ല വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുമായിരിക്കും മോനെ. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചുമോൾക്കും കളക്ടർ ആകണമെന്നോ ആഗ്രഹം. മോളെ, അതിനൊരു പേര് പറയുമല്ലോ, ആരാത്? അത് ശാലിനി വിഷ്ണുവാ മുത്തശ്ശി. ഈ പേരും പറഞ്ഞാ എൻ്റെ കൊച്ചുമോടെ നടപ്പ്. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേക്ക് സത്യമോളും പപ്പിമോളും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ശാലിനി ആ അമ്മയുടെ കൊച്ചുമോളോട് ഒരു ഷീറ്റ് പേപ്പറും ഒരു പേനയും ഇങ്ങി തന്നേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. മോളീ പറയുന്ന കളക്ടറെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളു. മുത്തശ്ശി പറയുക, അപേക്ഷയൊക്കെ ഒരുപാട് കൊടുത്തതാ മോളെ, ഒരു രക്ഷയില്ല. വിഷ്ണു പറയുക, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അമ്മ. അമ്മ ഇപ്പോൾ അപേക്ഷയൊന്ന് കൊടുത്തു നോക്ക്, അവർ സ്വീകരിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. മോൾ ഇന്ന് തന്നെ ഇത് കൊണ്ടുപോയി കളക്ടർക്ക് കൊടുക്കണം. നടപടി ഉടനെ തന്നെ ഉണ്ടാകും. എന്നിട്ട് ശാലിനി കുറച്ച് രൂപ ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ബുക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം കേട്ടോ. ശാലിനി എഴുതി കൊടുത്ത ആ പേപ്പർ ആ കൊച്ചു നോക്കുമ്പോൾ ശാലിനി വിഷ്ണു കളക്ടറെന്ന് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ആ കൊച്ചു പെട്ടെന്ന് അങ്ങ് എഴുതേക്കുവാണ്. അമ്മുമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. ശാലിനി പറയുന്നു, മോളെ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മോക്ക് തീർച്ചയായിട്ടും കളക്ടറാകാം, എന്നെപ്പോലെ കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്മ, അയ്യോ മോളെ, മോള്. അതേ അമ്മേ, ശാലിനി വിഷ്ണു. രണ്ട് കൈയും കൂപ്പി തൊഴുതിട്ട് ആ അമ്മ പറയുന്നു, അയ്യോ മോളെ, ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയേണ്ട കാര്യം തന്നെയാണമ്മേ അമ്മ പറഞ്ഞത്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും അവരോട് യാത്ര പറഞ്ഞ് അവരുടെ അങ്ങനെ ഉല്ലാസയാത്ര പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ കൊച്ചുമോള് ആ കത്ത് വായിക്കുവാണ്. അനു, ഈ വരുന്ന സ്ത്രീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവർ വന്ന് ചോദിക്കുന്ന സഹായം എല്ലാം അനു എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. സത്യാമ്മയും പിള്ളച്ചാട്ടും കൂടെ ജോത്സനെ കാണാൻ വന്നിരിക്കുവാണ്. ജോത്സൻ പറയുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളും. ഇത്രയും നാളും മനസ്സിനെ അലട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തെടുത്തോളും. സത്യാമ്മ അങ്ങനെ രണ്ട് കൈയും കൂപ്പി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ജോത്സൻ ഇങ്ങനെ കബഡി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഉരുട്ടുന്നതുമുണ്ട്. ജോത്സൻ പറയുന്നു, ഇത് മിഥുന രാശി. മനസ്സിനെ ഏകാഗ്രതയായി പ്രാർത്ഥിച്ചാൽ ബോധം കിട്ടും. അങ്ങനെങ്കിലും നമ്മുടെ സത്യഭാമയ്ക്ക് ബോധം കിട്ടുമല്ലോ. ആ ബോധത്തിൽ നിന്ന് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ജ്ഞാനവും ഉണ്ടാവും. കടന്നു വന്ന പാതകളിൽ കല്ലും മുള്ളും മാത്രമല്ല, ഉഗ്രൻ വിഷപ്പാമ്പുകളെ നേരിട്ടു അല്ലേ. ജീവാപായം ഉണ്ടാകാത്തത് തന്നെ മുജ്ജന്മ പുണ്യം. പിള്ളച്ചട്ടം പറയുക, സ്വാമി, സത്യാമ്മയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിയുന്നതേയില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ വന്നോണ്ടേയിരിക്കുക. നല്ല നിലയിൽ കഴിഞ്ഞിരുന്നവരാ. സത്യഭാമയ്ക്ക് ഇത് 7.5 ശനിയാണ് രമണൻ പിള്ളേ. ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ 7.5 ശനി സമയത്ത് കഷ്ടകാലം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ജോത്സ്യർ തട്ടിവിടുന്നുണ്ട്. വീട് വിട്ട് ഇറങ്ങേണ്ടി വരിക, കളവുകൾ കേൾക്കുക, ഇതൊക്കെ നടന്നു കഴിഞ്ഞില്ലേ സ്വാമി. ഞാനിനി അനുഭവിക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരണം. അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് മകനിലാണല്ലേ. ആ മകനെ സ്വന്തം ചിറകിനടിയിൽ ഒളിപ്പിച്ചു തന്നെയാണ് ഈ അമ്മ വളർത്തിയതും.
ഈ അമ്മയില്ലെങ്കിൽ മകനുമില്ല, മകന്റെ സാന്നിധ്യമില്ലെങ്കിൽ അമ്മയുമില്ല. അതായത് അമ്മയുടെ സർവസ്വവും ഈ മകനിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വാമി പറയുന്നതെല്ലാം സത്യമാണ്. അവനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നീക്കാൻ കഴിയില്ല. എങ്കിൽ ആപത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനുമല്ല. നിങ്ങളുടെ 7.5 ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മകനാണ്. ഒന്നിനു പുറകെ ഒന്നായി ആപത്തുകൾ വരാൻ പോകുന്നത് മകന് തന്നെയാണ്. ഉരുക്ക് വളയമാണ് മുന്നിൽ കാണുന്നത്. കേസൊഴിഞ്ഞിട്ട് നേരമില്ലല്ലോ ഈ മകന്. അവന്റെ ചുമലിൽ താങ്ങാനാകുന്നതിനേക്കാൾ കൂടുതൽ ഭാരം അവനുണ്ട്. അത് ഇനിയും കൂടാ. കുഴഞ്ഞു വീഴാതെ നോക്കാൻ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥന അത് മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ. പിള്ളച്ചേട്ടൻ പറയുക, സ്വാമിജി, ഈ അമ്മ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ മകന് വേണ്ടിയാ. ഈ പറഞ്ഞതൊക്കെ ചങ്ക് നീറി കേട്ടോണ്ടിരിക്കുവാണ്. ഉചിതമായ ഒരു പരിഹാരം സ്വാമിജി പറഞ്ഞു തരണം. ദൈവാധീനം ഉണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളെയും കുറേയൊക്കെ അകറ്റി നിർത്താം. അത് വേണ്ടുവോളം സത്യാമ്മയ്ക്കുണ്ട്. മരിച്ച് മണ്ണടിഞ്ഞവരും മോക്ഷം കിട്ടാതെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരും നമുക്ക് സ്വസ്ഥതക്കേടേ തരുത്തുള്ളൂ. അതുകൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള വഴിപാടുകൾ നടത്തണം. കുളിച്ച് ഈറനണിഞ്ഞ് ബലി വഴിപാട് നടത്തുന്ന പോലെ വേറെ ഒരു പുണ്യപ്രവൃത്തിയും ഇല്ല. പ്രധാനമായും ചെയ്യേണ്ടത് ഈ ദുരിതങ്ങൾക്കൊക്കെ അറുതി വരുത്താനായി കുന്നുംപുറം മുരുകൻ ക്ഷേത്രത്തിൽ 101 പടികൾ മുട്ടിലിഴഞ്ഞ് കയറണം. ഇത് മകനുമായി ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ചെയ്താൽ കൂടെ മതി. പക്ഷെ വഴിപാട് നടത്തണം. ഒരു മുജ്ജന്മ ശാപം കിടക്കുന്നുണ്ട്. അതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരമായി മാറും. ഞാൻ ഈ വഴിപാട് നടത്താൻ സ്വാമി. എനിക്ക് എൻ്റെ മകൻ കഴിഞ്ഞേ ഉള്ളൂ. എന്തും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മനസ്സലിയുന്നത് വരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ നല്ല ഭക്തർക്ക് മുന്നിൽ കണ്ണു തുറക്കാതിരിക്കില്ല. വിഷ്ണുവും ശാലിനിയും മക്കളും ഇങ്ങനെ കാറിൽ ടയേർഡായിട്ടിരിക്കുവാണ്. വിഷ്ണു ചോദിക്കുന്ന, അല്ല, മുമ്പേ കണ്ടുള്ള ഉന്മേഷമൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ ആർക്കും. ശാലിനി പറയുക, അവരോട് എൻജോയ് ചെയ്തെൻ്റെ ക്ഷീണം തീർക്കുക വിഷ്ണുവേട്ടാ. എൻ്റെ മക്കൾ ക്ഷീണിച്ചു പോയോ? നമ്മളിനി എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ലതും അറിയാവോ? അത് ഞങ്ങൾക്ക് അറിയാമല്ലോ പൊന്മുടി. അവിടെയും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് അവിടെയും കുളിക്കാം വിഷ്ണു വെച്ചാ. അവിടെ നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരാളും കൂടെ നമ്മളോടൊപ്പം കുളിക്കും. അതാരാണെന്ന് എൻ്റെ മക്കൾക്ക് പറയാനറിയാവോ? സത്യം ഉടനെ പറയാം. എനിക്കറിയാച്ചാ. അമ്മ, അയ്യോ ഞാനങ്ങുമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയാ, മക്കളെ, നമ്മളെല്ലാവരും കുളിച്ചിട്ടേ അവിടുന്ന് മല കയറത്തുള്ളു. എൻ്റെ വിഷ്ണുവേട്ടാ, എനിക്ക് വെള്ളച്ചാട്ടം കാണുന്നതേ പേടിയാ. എടോ, താൻ പേടിക്കണ്ടടോ, തന്നോടൊപ്പം ഞാനില്ലേ. എടോ ശാലിനി, നല്ല രസമാടോ വെള്ളച്ചാട്ടത്തിൽ. നമുക്കിങ്ങനെ സോപ്പൊക്കെ തേച്ച് കുളിച്ച് എൻ്റെ വിഷ്ണുവേട്ട ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കവിടെ ഒന്നാമത് പോകുന്നതേ ഇഷ്ടമല്ല. ഇനി അച്ഛനും മക്കൾ കൂടെ എന്നെ വെള്ളത്തിൽ ഇറക്കിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഞാൻ ജില്ലാ കളക്ടർ എന്ന പദവി വെച്ചിട്ട് പോലീസിനെ വിളിക്കേണ്ടി വരും. അയ്യോ എൻ്റെ കളക്ടറെ പോലീസ് അവിടെ ഓടിയെത്തുമ്പോഴേ ഞങ്ങൾ കുളിയും കഴിഞ്ഞ് അടുത്ത ജില്ല വിട്ടിട്ടുണ്ടാവും. പപ്പിമോള് പറയുക, വിഷ്ണു വെച്ചാ, യാത്ര സുഖകരമാക്കാൻ വേണ്ടി നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ചേച്ചിയമ്മയുടെ കൂടിക്കോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചിയമ്മയുടെ കൂടിക്കോന്ന്? ഞാനും അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് പാട്ടൊക്കെ പാടുന്ന ആളാ. എന്തക്ഷരം പറഞ്ഞാലും ഞാൻ അപ്പ പാടും. വിഷ്ണു പറയാ, ഓഹോ, അത്രയ്ക്ക് വാശിയാണോ? എന്നാലേ ഇറു വെച്ചൊരു പാട്ട് പാടിക്കേ. ഇറുവോ? അതെന്താ, കേട്ടിട്ടില്ലേ? അത് വെച്ചൊരു പാട്ട് പാടാനാ പറഞ്ഞത്. ഏയ്, അതൊന്നും വെച്ച് പാടാൻ പറ്റില്ല. ചുമ്മാ അതുണ്ടാക്കിയൊന്നും പാടാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ നിലവിലുള്ള അക്ഷരം വെച്ച് വല്ലതും പാട്ടാണെങ്കിൽ ഞാൻ പാടാം. അപ്പോൾ സത്യമോള് പറയാ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അക്ഷരം പറയാം. ഹായോ? ഹാ വെച്ചൊന്നും പാട്ടൊന്നുമില്ല. പപ്പിമോള് പറയുക, ചേച്ചിയമ്മ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ പാടുന്ന ആൾക്കാണ് പോയിന്റ് പോകുന്നത്. തോറ്റെങ്കിൽ തോറ്റെന്ന് പറ ശാലിനി. അയ്യേ, ഞാൻ പാടാം എന്നും പറഞ്ഞ് വിഷ്ണു പാടുവാണ്. ഹരിമുരളീരവം എന്ന പാട്ടാണ് വിഷ്ണു പാടുന്നത്. അങ്ങനെ അവർ ഓരോ അക്ഷരം പറഞ്ഞ് അങ്ങനെ അന്താക്ഷരി കളിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ശാലിനി അങ്ങ് മൂഡൗട്ടാവുകയാണ്. ഇത് വിഷ്ണു കണ്ടിട്ട് പെട്ടെന്ന് കാർ നിർത്തുന്നു. എന്താ ശാലിനി, കരയുവാണോ? ശാലിനി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് പോയി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ശാലിനി, തനിക്ക് എന്താടോ പറ്റിയത്? വിഷ്ണുവേട്ടന് അറിയാവോ, എൻ്റെ ഉള്ളിലെ മോഹങ്ങളാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിഷ്ണുവേട്ടനെയും എൻ്റെ കുട്ടികളെയും എനിക്കായിട്ട് കിട്ടിയിരിക്കുക. അവരെന്താ സത്യം അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അറിയില്ലല്ലോ. വാ, നമുക്കങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് പപ്പിയും സത്യ അവർ അടുത്തോട്ട് ഓടിപ്പോയി നിൽക്കുവാണ്. ശാലിനി സന്തോഷത്തോടെ വിഷ്ണുവിൻ്റെ മാറിലോട്ട് ചാഞ്ഞിട്ട് പറയുന്നു, ലോകത്ത് നിന്ന് ഏതൊരു ഭാര്യയും സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഇന്നീ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. വിഷ്ണു പറയാ, എന്നാൽ എൻ്റെ ശാലിനി, നമുക്കിനി കുറച്ചധികം ദൂരം പോകാനുണ്ട്. ഈ കരച്ചിലൊക്കെ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. സത്യമോള് കാന്താരി ആ കുരുന്ന് ചോദിക്കുക, അല്ല, നിങ്ങളെ റൊമാൻസ് കാണാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്?
ശാലിനി ഇവള് പറഞ്ഞത് കേട്ടില്ലേ? എന്തൊരു സാധനമാ ഇവള്. പപ്പിമോള് പറയാ, ഏതായാലും ക്ഷമിച്ചിരിക്കുന്നു. ഇനി വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ കൊണ്ട് ചെന്നിട്ടേ വണ്ടി നിർത്താവൂ. അപ്പോഴെന്റെ മക്കളെ, നമ്മളിനി പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോവാണ്. നമ്മളെ ഇനി കാത്തിരിക്കുന്നത് മനോഹരമായ കാട്ടുപൂക്കളുടെയും മനോഹരങ്ങളായ ചിത്രശലഭങ്ങളുടെയും വർണ്ണക്കാഴ്ചകളാണ്. ശാലിനിയാണെങ്കിൽ സന്തോഷവും റൊമാൻസും ഒക്കെ നിറഞ്ഞ ഒരു മൂഡില വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുവാണ്. വിഷ്ണു അത് കണ്ടിട്ട് പറയാ, കാഴ്ച ഇവിടെ അല്ല, അങ്ങ. എൻ്റെ കാഴ്ച ഇതാണ് വിഷ്ണുവേട്ട, എൻ്റെ വിഷ്ണുവേട്ടൻ. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ഒരു കാഴ്ചയും കാണണ്ട. അപ്പോൾ കാട്ടുമൂപ്പനാണെന്ന് തോന്നുന്നു. അങ്ങനെ വേഷത്തിൽ ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ വന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, പ്രകൃതി ഭംഗി കാണാൻ ഇറങ്ങിയതാണോ? അതെ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, അതിന് അനുവാദം വാങ്ങിയോ എന്നാ വന്ന സന്യാസി പോലിരിക്കുന്ന മൂപ്പൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആ വന്നിരിക്കുന്ന ആൾ ആരാണ്? എന്തിനാണ് അങ്ങനെ വന്ന് ചോദിച്ചിരിക്കുന്നത്? അതൊരു കാട്ടുവാസി തന്നെയാണോ? അതോ ഇനി സത്യാമ്മയുടെ നേർച്ചയുടെ ഫലമായിട്ട് വിഷ്ണുവിനെ രക്ഷിക്കാനെങ്ങാനും വന്നതാണോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.